எத்தியோ என்னங்க ஏலமலை வந்தாச்சா? ஏலமலை இல்லைங்க, கிட்டத்தட்ட 1.5 மணி நேரம் ஆகும். உங்களை எங்கேயோ பார்த்த மாதிரி இருக்க. என்னையா? ஆமா. இல்ல நானா இருக்காது. இல்ல நீங்க தான். பிறந்ததுல இருந்து இன்னைக்கு தான் முதலா வீட்டுல இருந்து வெளியில வந்திருக்கு நானு. அப்படியா? ஆமா. என்ன வேலை பாக்குறீங்க? எல்லா வேலையும் பார்த்தாச்சு, விட்டாச்சு. எல்லா வேலைன்னா? எல்லா வேலைன்னா எல்லா வேலையும் தான். என்னங்க திருப்பி திருப்பி அதே தான் சொல்றீங்க? ஒரு வேலைன்னு கிடையாதா? முதல்ல MBBS படிச்சு டாக்டர் ஆயிட்டேன். அதுக்கப்புறம் இன்ஜினியரிங் படிச்சு டாக்டர் ஆயிட்டேன். அதுக்கப்புறம் இன்ஜினியரிங் கோஆபரேட்டிவ் ட்ரைனிங் കഴിച്ച് டாக்டர் ஆயிட்டேன். அதுக்கப்புறம் நாகாலாண்டில் கம்பவுண்டரா வேலை பார்த்தேன். அதுக்கப்புறம் மறுபடியும் இங்க டாக்டரா. அப்படியா? ഇവിടെ ഇനി നീ വരില്ലെന്ന് വാക്ക് പറഞ്ഞല്ലേ? ആ വരേണ്ടി വന്നു. എനിക്കൊരു 10,000 രൂപ ഇവിടെ കിട്ടിയേ പറ്റൂ. എന്റെ അടുത്തൊരു ചില്ലി കാശില്ല. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? കട ഒഴിപ്പിച്ച് കിട്ടാൻ നിനക്ക് ഞാൻ 5,000 തരാന്ന് പറഞ്ഞു. എന്നിട്ടോ നീ എന്റെ കയ്യിൽ നിന്ന് 20,000 പിടിച്ചു വാങ്ങിയില്ലേ? അതൊക്കെ ശരി തന്നെ. എനിക്കിപ്പോ 10,000 രൂപ കിട്ടിയേ പറ്റൂ. നീ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യണോ? ഇറങ്ങി പോടാ. മര്യാദയ്ക്ക് സംസാരിക്കണം. തരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ തന്നെ എടുത്തോളാം. അതിൽ കാണുമല്ലേ? തുടരുത്. അയ്യോ കള്ളൻ, കള്ളൻ, അയ്യോ കള്ളൻ, പിടിച്ചോടെ, അവനെ പിടിച്ചോടെ, കള്ളൻ, പിടിച്ചോടെ. അയ്യോ, അയ്യോ, My God. അവൻ കുത്തിയതാണോ? കുഴപ്പമില്ല, മരിക്കാൻ മാത്രമുള്ള മുറിവില്ല. അങ്ങനല്ല, ഞാനൊരു ഡോക്ടറാണ്. മനസ്സിലായി. വേണ്ട ഡോക്ടർ, ഈ പണം എത്രയും വേഗം പിഷാരടി മാഷിന്റെ വീട്ടിൽ എത്തിച്ചാൽ മതിയായിരുന്നു. അയാളുടെ മകൻ ബോംബെയിൽ നിന്ന് അയച്ചതാ. ഒരാഴ്ചയായി മണി ഓർഡർ ഉണ്ടോ എന്ന് ചോദിച്ച് എന്റെ പുറകെ നടക്കുമായിരുന്നു.
ആ പണമാണ് ആ പെരുങ്കള്ളം തട്ടിപ്പറിക്കാൻ നോക്കിയത്. നാളെ അയാളുടെ മകളുടെ വിവാഹമാ. എന്തൊക്കെ ആവശ്യങ്ങളുണ്ടാവും. എനിക്ക് വയ്യ. നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ ഈ പണം അവിടെ എത്തിക്കുവോ? ആദ്യം നമുക്ക് ആശുപത്രി പോകാം. എന്നെ ആശുപത്രിയിൽ എത്തിക്കാൻ ഒരാള് പോരെ? അത് ശരിയാ. ഡോക്ടർ ഇയാൾ ആശുപത്രിയിൽ എത്തിക്കൂ. പണം ഞാൻ എത്തിക്കാം. മേൽവിലാസം ഞാൻ പറഞ്ഞുതരാം. KN പിഷാരടി, KN ഹൗസ്, തെക്കിലകത്ത് ലൈൻ, നോർത്ത് പള്ളിക്കൽ. ഓക്കെ. KN പിഷാരടി, KN ഹൗസ്, തെക്കിലകത്ത് ലൈൻ, നോർത്ത് പള്ളി. ടവലൊന്ന് വിരിച്ചേ. ആ. ആ. ഭദ്രമായിട്ട് സൂക്ഷിച്ചോണേ. ശരി. ആ, ഓക്കെ. നിങ്ങളൊരു ബുദ്ധിയില്ലാത്ത മനുഷ്യനാണല്ലോ. പോകുന്ന വഴിക്ക് കള്ളം സംഘം ചേർന്ന് നിങ്ങളെ പരിശോധിച്ചാൽ എന്ത് ചെയ്യും? കാശ് മുഴുവൻ പോയില്ലേ? കാശ് ഇങ്ങട് ഇങ്ങട്. നിങ്ങളുടെ കാശുണ്ടെങ്കിൽ അതും ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങനെ പൊതിഞ്ഞ് ഇവിടെ വെക്കണം. ആരും കാണാൻ പോകുന്നില്ല. മനസ്സിലായല്ലോ? ഓക്കെ. ആ ഉണ്ടെന്നേ. അങ്ങനെ ആ പോയിക്കോളൂ. എന്താ സാർ ചിരിക്കുന്നത്? എങ്ങനെ ചിരിക്കാതിരിക്കുള്ളൂ? നമ്മുടെ നാട്ടിലെ മണ്ടന്മാരുടെ എണ്ണം കൂടിയത് ഓർത്ത് ചിരിച്ചു പോയതാ. ദേ കണ്ടില്ലേ? എന്റെ ഈശ്വരാ, എന്റെ പണം പോയല്ലോ. എന്റെ പണം, എന്റെ പണം പോയല്ലോ. എന്റെ പണം, എന്റെ പണം പോയല്ലോ. വണ്ടി തിരിച്ചു വിട്, വണ്ടി തിരിച്ചു വിടാൻ. രാവിലെ ജലപാനം കഴിക്കാതെയായിരുന്നു ആൾമാറാട്ടം. വല്ലാത്ത ക്ഷീണം. നിനക്ക് ക്ഷീണമില്ലേ? ഒരു കത്തി ഊരടാ. അയ്യ, ആ ഗോതമ്പ് അങ്ങ് എടുത്തേളാ. ഇനി ആ പൊതി കഴിച്ച് അവന്റെ രൂപ എത്ര ഉണ്ടോ നോക്ക്. നമ്മുടെ 5. ഒരു ചവിട്ട് മുഖത്ത് കനത്തൊരിടി, മുൻവശത്തെ പല ഇളകിപ്പോയി. പുറവശത്തുള്ളതുകൊണ്ട് ജീവിച്ചോ. തലമുറ എന്തായാലും നമ്മുടെ പ്ലാൻ വിജയിച്ചല്ലോ പ്രേമ. ആദ്യം 200 തന്നിട്ടുണ്ട്. 200. ഓക്കെ. പോക്കോ മിസ്റ്റർ പ്രേംകുമാർ, ഇനി നമ്മുടെ പരിപ്പ് ഈ നാട്ടി വേവും തോന്നുന്നില്ല. തിരിച്ചറിയുന്ന പലരെയും പലയിടത്തും വെച്ച് കണ്ടുമുട്ടേണ്ടി വരും. ഒരു മാസമല്ലേ ടൗണിൽ കളി തുടങ്ങിയിട്ട്. ഇനി റിസ്കാ. ഞങ്ങൾ ഉടനെ സ്ഥലം വിടുവേ. അയ്യോ, അപ്പൊ ഞാന് അല്ല, തനിക്കിവിടെ ഭാര്യയും മക്കളൊക്കെ ഉള്ളതല്ലേ. ഞങ്ങൾ സ്വതന്ത്രന്മാരാ. ഞങ്ങൾ നഗരങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്ക് ഇങ്ങനെ അങ്ങ് പറക്കും. ഇനി ഇവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും അപകടമാണ്. ചെയ്ത സഹായങ്ങൾക്ക് നന്ദി. ഭൂമി വരേണ്ടതാണല്ലോ. നമുക്കിനി എവിടെയെങ്കിലും വെച്ച് കാണാം. ഗുഡ് ബൈ. പോ. അയ്യോ, അവന്മാരെന്നെ പറ്റിച്ച്. ഓടിവായോ നാട്ടുകാരെ, ഓടിവായോ. അവന്മാരെന്നെ പണം പറ്റിച്ചു. എന്റെ പണം പറ്റിച്ചു കളഞ്ഞേ. എനിക്ക് ആരാന്നറിയില്ല. എനിക്ക് അറിയില്ല ആരാന്നുള്ള. അവന്മാര് പറ്റിച്ചല്ലേ, എന്നെ പറ്റിച്ച അവന്മാര്. എന്താ ബഹളം? നിന്നെ തപ്പി തരടാ ഞാൻ നടന്നേ. സാർ, എനിക്കൊന്നും അറിയില്ല. നിന്നെ ഞാൻ അന്വേഷിച്ച് നടക്കാൻ തുടങ്ങി കാലം കുറയായി. കോളേജ് പിള്ളേർക്ക് കഞ്ചാവിട്ടും ചന്ത ചാരായ കച്ചവടം നടത്തി കട്ടും മോട്ടിച്ച് നടക്കുന്ന നിന്റെ വേലത്തെറിഞ്ഞ് ഞാൻ നടത്തൂല. നുണ പറഞ്ഞ് രക്ഷപ്പെടാമെന്ന് കരുതട്ടാ. നിന്നെ അവന്മാരാണ് എന്റെ പണം തട്ടിയത്. പാച്ചില് പറയുമോ? റാസ്കൽ, കൊല്ലു നിന്നെ. സാർ, പിടികിട്ടാ പുള്ളി ഒരാളെ കിട്ടി സാർ. അല്പം ബുദ്ധി ഉപയോഗിക്കേണ്ടി വന്നു. ഇനി എന്റെ ബുദ്ധി പ്രവർത്തിക്കാൻ പോകുന്നത് ഈ പാച്ചനും പരമുനും വേണ്ടിയാണ് സാർ. അവർ ഈ നഗരത്തിലുണ്ട്. തന്നോട് ആര് പറഞ്ഞു? ആരും പറയണ്ട സാർ. കമ്പ്യൂട്ടർ ഘടിപ്പിച്ച റഡാറാണ് ഈ ബുദ്ധിയിൽ. രാഷ്ട്രീയത്തെക്കാൾ മാന്യതയുള്ള ഒരു തൊഴിലെന്ന നിലയിലാണ് ഇവർ ഈ വഴി സ്വീകരിച്ചിരിക്കുന്നത്. ഇവരാൽ കബളിപ്പിക്കപ്പെട്ടവർ അസംഖ്യം. പോലീസ് രേഖകളിൽ ഇവർ അറിയപ്പെടുന്നത് പാറശാല പാച്ചൻ, പയ്യന്നൂർ പരമു എന്നീ പേരുകളിലാണ്. പക്ഷേ ഇവരുടെ യഥാർത്ഥ പേരുകൾ എന്താണെന്ന് ഇവർക്ക് തന്നെ നിശ്ചയമുണ്ടോ എന്നറിയില്ല. പല പേരുകളിൽ, പല വേഷങ്ങളിൽ, പല നാടുകളിൽ പുതിയ പുതിയ ചെപ്പടി വിദ്യകളുമായി ഇവർ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നു.
സർക്കിൾ ഇൻസ്പെക്ടർ കാണാൻ വന്നിട്ടുണ്ട് സാർ. സർക്കിൾ ഇൻസ്പെക്ടറോ? എന്തിനാണാവോ? വരാൻ പറയൂ. ഗുഡ് മോർണിംഗ് മാനേജർ. ഗുഡ് മോർണിംഗ്. ഗ്ലാഡ് ടു മീറ്റ് യു. പ്ലീസ് ബി സീറ്റഡ്. സർക്കിൾ എന്ന് കേട്ടപ്പോ തോമസ് കോശ് സാറാണെന്ന് വിചാരിച്ചു. ഓ, അറിഞ്ഞില്ലല്ലേ? അദ്ദേഹത്തിന് മെനിഞ്ഞാന്ന് സ്ഥലമാറ്റമായി. ഓഹോ. ഞാൻ ഇന്നലെ ചാർജ് എടുത്തു. ഇന്നലെ തന്നെ സ്ഥലത്തെ പ്രധാനപ്പെട്ട ദിവ്യന്മാരെ എല്ലാം നേരിട്ട് എന്ന് പരിചയപ്പെടാൻ തുടങ്ങി. എനിക്ക് കാണണമെന്ന് പറഞ്ഞാൽ എല്ലാരും സ്റ്റേഷനിൽ എത്തിക്കൊള്ളൂ എന്ന് എനിക്കറിയാം. പക്ഷേ ഒരു ജനകീയ ലൈനാണ് എന്റേത്. അബ്ദുള്ള മലയുടെ അടുത്തേക്ക് വരണ്ട, മല അബ്ദുള്ളയെ തേടി ചെല്ലും. എന്റെ പേര് എ അച്യുതൻ പിള്ളൈ. പോലീസ് വൃത്തങ്ങളിൽ വെറും എ എ എന്നറിയപ്പെടും. പേരെവിടെയോ കേട്ടതുപോലെ തോന്നുന്നു. തോന്നും. നമ്മുടെ MLA തീവണ്ടി വെച്ച് വെടിവെച്ചില്ലേ? ഒരു മൽപ്പിടുത്തത്തിലൂടെ പ്രതികളെ ഞാനാ കീഴടക്കിയത്. അത് ആന്ധ്ര പോലീസ് ആയിരുന്നില്ലേ? അതെ, ഞാനിന്ന് ആന്ധ്ര പോലീസിലായിരുന്നു. ഞാനും കോൺസ്റ്റബിൾ വിട്ടലാചാര്യം ചേർന്ന് അയാളെ ഞാൻ വന്നത് ഒരു ചെറിയ കാര്യത്തിനാ. എന്റെ ഒരു ആത്മ സുഹൃത്തിന് ഇവിടെ ഒരു അക്കൗണ്ട് കൊടുക്കണം. കൊള്ളാവുന്ന ഒരാൾ ഇൻട്രൊഡ്യൂസ് ചെയ്താലല്ലേ നിങ്ങൾ അക്കൗണ്ട് കൊടുക്കൂ. പോരാത്തതിന് ഇപ്പൊ ആളിന്റെ ഫോട്ടോയും വേണം. അതെ, കൊണ്ടുവന്നിട്ടുണ്ട്. തങ്ങളെ അതെ, ഇനി ഇതുപോലുള്ള നിസ്സാര കാര്യങ്ങൾക്ക് എന്നെ ഉപദ്രവിക്കരുത്. എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഫോട്ടോ ഉണ്ടല്ലോ? ഉണ്ട്. തൽക്കാലം ഐശ്വര്യമായിട്ട് 501 രൂപയുടെ അക്കൗണ്ട് മതി. ചെക്ക് ബുക്ക് വേണം. നാളെ തന്നെ 5 ലക്ഷം രൂപ കൊണ്ടുവന്നിടും. വേണ്ട, വെച്ചോളൂ. ഞാൻ ആളിനെ വിളിക്കാം. ആവശ്യമുണ്ടെങ്കിൽ ഇനിയും പല പോസിലുള്ള ഫോട്ടോസ് എത്തിക്കാം സാർ. ബാലകൃഷ്ണനോട് പറ, ഇദ്ദേഹത്തിന്റെ അക്കൗണ്ട് തുടങ്ങണം. ശരി സാർ. കൂടെ ചെന്നാ മതി സാർ. താങ്ക് യു വെരി മച്ച് സാർ. എന്തെങ്കിലും ആവശ്യമുണ്ട് സ്റ്റേഷനിലേക്ക് വിളിച്ചാൽ മതി. നല്ല ശത്രുക്കളെ ലോക്കപ്പിലിട്ട് ഇടിക്കണമെങ്കിൽ സാറിനോടൊരു വാക്ക് പറഞ്ഞാൽ മതി. ഒരു ചാൻസ് കിട്ടി അത് ഓവറാക്കും അല്ലടാ ഫൂൾ.